വെൽക്കം ബാക്ക് സ്റ്റുഡൻസ്. റീകൺസിലിയേഷൻ്റെ പ്രോബ്ലംസ് ആണ് നമ്മൾ ചെയ്യാൻ പോണേ. ഏതാ കോസ്റ്റിംഗ് റീകൺസിലിയേഷൻ്റെ പ്രോബ്ലംസ് ആണ് ചെയ്യാൻ പോണേ. സാധാരണ രീതിയിൽ രണ്ട് മെത്തേഡ്സിലാണ് പ്രോബ്ലംസ് ചോദിക്കാറ്. ഒന്ന് നെറ്റ് പ്രോഫിറ്റ് തരും, കൂടാതെ കുറച്ച് സർട്ടൈൻ അഡ്ജസ്റ്റ്മെന്റ്സ് അല്ലെങ്കിൽ സർട്ടൈൻ ഡീറ്റെയിൽസ് തരും, എന്നിട്ട് ഏതിലോട്ട് എത്താൻ പറയും, നമ്മുടെ കോസ്റ്റിംഗ് പിയാണ്ടലിലോട്ട് എത്താൻ പറയും. അതല്ലെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് തരില്ല, പകരം അക്കൗണ്ട് തരും, പിയാണ്ടൽ അക്കൗണ്ട് തരും, എന്നിട്ട് സർട്ടൈൻ ഡീറ്റെയിൽസും കൂടെ തരും, എന്നിട്ട് അതിൻ്റെ പ്രോബ്ലംസ് അല്ലെങ്കിൽ അതിനെ റീകൺസിൽ ചെയ്യാൻ പറയും. നമുക്ക് രണ്ട് ടൈപ്പിലെയും ഓരോ പ്രോബ്ലംസ് വെച്ചിട്ട് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. So first one, okay, the net profit of a manufactured company appeared at rupees 64,500 as per financial records for the year ended 31st December 2016. The cost books however showed a net profit of, അതായത് രണ്ടും തന്നിട്ടുണ്ട് നമുക്ക്, മനസ്സിലായോ? ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് പ്രകാരമുള്ള എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്, കോസ്റ്റിംഗ് പ്രകാരം എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നമുക്കൊന്ന് റീകൺസിൽ ചെയ്താൽ മാത്രം മതി. സോ ഓരോ ഐറ്റംസ് വായിക്കുന്ന നേരത്തും നമുക്ക് എന്ത് വേണം, ഇത് ഫിനാൻഷ്യൽ ചാർജസ് ആണോ, അല്ലെങ്കിൽ പ്യുവർ ഫിനാൻഷ്യൽ ചാർജസ് ആണോ, അല്ലെങ്കിൽ എവിടെ മാത്രം വരുന്നതാണ് എന്നുള്ള കാര്യങ്ങളൊന്നും നോക്കണം. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഇൻകം ടാക്സ് പ്രൊവൈഡഡ് ഇൻ ഫിനാൻഷ്യൽ ബുക്സ്, ഇൻകം ടാക്സ് ആണ്, ഏത് മാത്രമാണ്, പ്യുവർ ഫിനാൻഷ്യൽ ചാർജ് ആണ്, അല്ലേ? ആൻഡ് ദ സെക്കൻഡ് വൺ, ബാങ്ക് ഇൻട്രസ്റ്റ് ക്രെഡിറ്റഡ് ഇൻ ഫിനാൻഷ്യൽ ബുക്സ്, ബാങ്ക് ഇൻട്രസ്റ്റ് ക്രെഡിറ്റഡ് മീൻസ് അത് ഇൻകം ആയിരിക്കും, അതും പ്യുവർ ഫിനാൻഷ്യൽ ചാർജ് ആണ്, അല്ലേ? സോ ആദ്യത്തെ എക്സ്പെൻസ് ആണ് പ്യുവർ, ഇത് വന്നപ്പം ഇൻകം ആയി. അടുത്തത് വർക്ക് ഓവർഹെഡ് അണ്ടർ റിക്കവേർഡ്. ഓക്കെ, സോ വർക്ക് ഓവർഹെഡ് അണ്ടർ റിക്കവേർഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഡിപ്രീസിയേഷൻ ചാർജ്ഡ് ഇൻ ഫിനാൻഷ്യൽ റെക്കോർഡ്സ്. സോ ഫിനാൻഷ്യൽ റെക്കോർഡ്സ് പ്രകാരമുള്ള ഡിപ്രീസിയേഷൻ എത്രയാണെന്ന് അറിയാം, അതിനെ എന്ത് ചെയ്യുക, ആഡ് ബാക്ക് ചെയ്യുക, എന്നിട്ട് കോസ്റ്റിംഗ് പ്രകാരമുള്ള ഡിപ്രീസിയേഷൻ തന്നിട്ടുണ്ട്, മനസ്സിലായോ? കോസ്റ്റിംഗ് പ്രകാരമുള്ള ഡിപ്രീസിയേഷൻ എത്രയാണെന്ന് നോക്കുക. ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ. ഈ 5,600 ആഡ് ബാക്ക് ചെയ്തിട്ട് 6,000 ലെസ് ചെയ്താലും മതി. അതല്ലെങ്കിൽ ഇതിന് ഡിഫറൻസ് 400 വരും, മനസ്സിലായി? ആ 400 മാത്രം അഡ്ജസ്റ്റ് ചെയ്താലും മതി. ഇനി പറഞ്ഞിരിക്കുന്നത് എന്താ, അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ്സ് ഓവർ റിക്കവേർഡ്, അതായത് വർക്ക് ഓവർഹെഡ് അണ്ടർ റിക്കവേർഡ് ആണ്, അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് ഓവർ റിക്കവേർഡ് ആണ്. സോ ഒന്ന് ആഡ് ചെയ്യണം, ഒന്ന് ലെസ് ചെയ്യണം. അടുത്തത് ലോസ് ഡ്യൂ ടു ഒബ്സലൻസ് ചാർജ്ഡ് ഇൻ ഫിനാൻഷ്യൽ അക്കൗണ്ട്സ്, 2,800 രൂപ ഫിനാൻഷ്യൽ അക്കൗണ്ട്സിനകത്ത് മാത്രം വരുന്ന കാര്യമാണ്. ആൻഡ് ദ നെക്സ്റ്റ് വൺ, ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെന്റ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ കോസ്റ്റ് അക്കൗണ്ട്സ്, കോസ്റ്റ് അക്കൗണ്ട്സ് പ്രകാരം ഇൻക്ലൂഡ് ചെയ്യില്ല, ഏതാ, ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെന്റ്, മനസ്സിലായി? അടുത്തത് സ്റ്റോഴ്സ് അഡ്ജസ്റ്റ്മെന്റ്സ് ക്രെഡിറ്റ് ഇൻ ഫിനാൻഷ്യൽ ബുക്സ്, സ്റ്റോഴ്സ് അഡ്ജസ്റ്റ്മെന്റ്സ് ആണ് ക്രെഡിറ്റ് ഇൻ ഫിനാൻഷ്യൽ ബുക്സ്, ഫിനാൻഷ്യൽ ബുക്സിനകത്ത് ക്രെഡിറ്റ് ചെയ്യുക. ദാറ്റ് മീൻസ് എന്തായിട്ട് കാണിച്ചിരിക്കുന്നത്, ഇൻകം ആയിട്ട് കാണിച്ചിരിക്കുന്നത്. സോ എക്സ്പെൻസസ് ആണെങ്കിൽ നമ്മൾ ആഡ് ബാക്ക് ചെയ്യണം, ഇൻകംസ് ആയിട്ടാണ് കാണിച്ചിരിക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ലെസ് ചെയ്യാം. അടുത്തത് ലോസ് ഡ്യൂ ടു ഡിപ്രീസിയേഷൻ ഇൻ സ്റ്റോക്ക് വാല്യൂ 3,350, ലോസ് ഡ്യൂ ടു ഡിപ്രീസിയേഷൻ ഇൻ സ്റ്റോക്ക് വാല്യൂ, മനസ്സിലായി? സോ നോക്കി, ഇത്രയും ഡീറ്റെയിൽസ് തന്നിട്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് പ്രിപ്പയർ ചെയ്യണം, റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യണം. സോ നമുക്ക് നോക്കാം, ഓരോന്നായിട്ട് നോക്കാം. നോക്കി, പ്രോഫിറ്റ് ആസ് പെർ ഫിനാൻഷ്യൽ അക്കൗണ്ട് 64,500 തന്നിട്ടുണ്ട്. ഇനി ഇൻകം ടാക്സ് പ്രൊവൈഡഡ് ഇൻ ഫിനാൻഷ്യൽ ബുക്സ് ഓൺലി, അല്ലേ, അത് പ്യുവർ ഫിനാൻഷ്യൽ ചാർജസ് ആണ്, ആഡ് ബാക്ക് ചെയ്യാം. ആൻഡ് ദ നെക്സ്റ്റ് വൺ, വർക്ക്സ് ഓവർഹെഡ് അണ്ടർ റിക്കവേർഡ്, ദാറ്റ് മീൻസ് അണ്ടർ റിക്കവേർഡ് ആണ്, നമുക്ക് അത് എന്ത് ചെയ്യണം, ആഡ് ബാക്ക് ചെയ്യണം, അല്ലേ? അണ്ടർ റിക്കവേർഡ് എങ്ങനെയാണ് വന്നേ, അല്ലെങ്കിൽ അതിന്റെ ട്രീറ്റ്മെന്റ് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. അതിനാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോക്കകത്ത് എക്സാമ്പിൾ പറഞ്ഞു തന്നെ. സോ ഇവിടെ അണ്ടർ റിക്കവേർഡ് ആണ്, മനസ്സിലായോ? സോ എന്ത് ചെയ്യേണ്ടി വരും, നമുക്ക് ആ എമൗണ്ട് എത്രയാണോ ആ 1,550 രൂപേനെ നമുക്ക് എന്ത് ചെയ്യാം, ആഡ് ബാക്ക് ചെയ്യാം. ഏത് പ്രകാരം ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് പ്രകാരം അണ്ടർ റിക്കവേർഡ് ആണ്. സോ നമുക്ക് ആഡ് ബാക്ക് ചെയ്യാം. അടുത്തത് ലോസ് ഡ്യൂ ടു ഒബ്സലൻസ് കൺസിഡേർഡ് ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് ഓൺലി 2,800, പ്യുവർ ഫിനാൻഷ്യൽ ചാർജ് ആണ്. ആൻഡ് ദ നെക്സ്റ്റ് വൺ, ലോസ് ഡ്യൂ ടു ഡിപ്രീസിയേഷൻ ഇൻ സ്റ്റോക്ക്. ഓക്കെ, ഏതാ, പ്യുവർ ഫിനാൻഷ്യൽ ചാർജ് ആണ്, ഡിപ്രീസിയേഷൻ ഇൻ സ്റ്റോക്ക് പ്യുവർ ഫിനാൻഷ്യൽ ചാർജ് ആണ്, നമുക്ക് ആഡ് ബാക്ക് ചെയ്യാം. എന്തൊക്കെ ലെസ് ചെയ്യാൻ നോക്കി, ബാങ്ക് ഇൻട്രസ്റ്റ് ക്രെഡിറ്റഡ് ഇൻ ഫിനാൻഷ്യൽ ബുക്സ്, ബാങ്ക് ഇൻട്രസ്റ്റ് ക്രെഡിറ്റഡ് ഇൻകം ആണ്, ലെസ് ചെയ്യാം. അടുത്തത് ഓവർ റിക്കവറി ഓഫ് ഡിപ്രീസിയേഷൻ, ആ പറഞ്ഞ ഡിപ്രീസിയേഷന്റെ ഓവർ റിക്കവറി, ആ ഡിഫറൻസ് മാത്രമാണ് അവർ ട്രീറ്റ് ചെയ്തിരിക്കുന്നത് 400, അത് മൈനസ് ചെയ്യാം. കാരണം എന്താ, കോസ്റ്റിംഗ് പ്രകാരം 400 കൂടുതലാണ്, മൈനസ് ചെയ്യാം. അടുത്തത് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ്സ് ഓവർ റിക്കവേർഡ്, ഓവർ ആയിട്ടാണ് റിക്കവർ ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ ലെസ് ചെയ്യാം. കോസ്റ്റിംഗിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് ആ ഓവർ റിക്കവേർഡ് ആയിട്ടുള്ളതിനെ, അല്ലെങ്കിൽ എത്രയാ, 850 ആണ്, ഓവർ റിക്കവേർഡ് ആണ്, അതിനെ ലെസ് ചെയ്യാം, മനസ്സിലായി? ഇനി എന്ത് ചെയ്യാം, ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെന്റ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ കോസ്റ്റ് ബുക്സ്. സോ ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെന്റ് ഇൻകം ആണ്, എവിടെ കാണിക്കില്ല, കോസ്റ്റിംഗിന്റെ ബുക്കിനകത്ത് കാണിക്കില്ല, അതിനെ മൈനസ് ചെയ്യാം. സ്റ്റോഴ്സ് അഡ്ജസ്റ്റ്മെന്റ് 240 എന്ന് പറഞ്ഞിട്ടുണ്ട്, അതും എന്താ, നമ്മുടെ ഫിനാൻഷ്യലാണ്, അല്ലേ? ഫിനാൻഷ്യൽ അക്കൗണ്ടിനകത്ത് ക്രെഡിറ്റ് സൈഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, ഇൻകം ആണ്. സോ നമുക്ക് ചെയ്യുന്ന നേരത്ത് നോക്കി, പ്രോഫിറ്റ് ആസ് പെർ കോസ്റ്റ് കിട്ടും.
മനസ്സിലായി? സോ ആ പ്യുവർ ഫിനാൻഷ്യൽ ചാർജസും കോസ്റ്റിങ്ങിനകത്ത് മാത്രം വരുന്ന അത് ഇൻകം ആണോ എക്സ്പെൻസസ് ആണോ എന്ന് മാത്രം ഒന്ന് നോക്കിയാൽ മതി. മനസ്സിലായി? എന്നിട്ട് ഇൻകംസ് ആണെങ്കിൽ നമുക്ക് ലെസ് ചെയ്യാം, എക്സ്പെൻസസ് ആണെങ്കിൽ നമുക്ക് ആഡ് ബാക്ക് ചെയ്യാം. അതാണ് കോമൺലി വരുന്ന കേസ്. കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത് ഇതാ, വർക്ക്സ് ഓവർഹെഡ് അണ്ടർ റിക്കവേർഡും ഇതും അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് ഓവർ റിക്കവേർഡും. അതിന് എന്താ എങ്ങനെയാണ് അബ്സോർബ് ചെയ്യണേ എന്നുള്ള ഡീറ്റെയിൽസ് മനസ്സിലാക്കിയാലേ അത് മനസ്സിലാവുള്ളൂ. ഇവിടെ നോക്കി, അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് ഓവർ റിക്കവേർഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏത് പ്രകാരം? P&L പ്രകാരം ഓവർ റിക്കവേർഡ് ആണ് അല്ലെ? സോ നമുക്ക് എന്ത് ചെയ്യാം? അതിനെ ലെസ് ചെയ്യാം. മനസ്സിലായല്ലോ? ഇവിടെ വർക്ക് ഓവർഹെഡ് അണ്ടർ റിക്കവേർഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ അതിനെ നമുക്ക് എന്ത് ചെയ്യാം? ആഡ് ബാക്ക് ചെയ്യാം. ചെയ്ത കാര്യം മനസ്സിലായല്ലോ? ഓക്കെ, നോർമലി ചോദിക്കുന്നത് ഈ ഒരു ടൈപ്പാണ്. ആൻഡ് നെക്സ്റ്റ് വൺ, അടുത്തത് ഏതാ? സ്റ്റേറ്റ്മെന്റ് തന്നിട്ട്, P&L സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് നമുക്ക് ചെയ്യുന്നത് അതൊന്ന് നോക്കാം. ഓക്കെ, ഈ മോഡൽ പ്രോബ്ലംസ് ആണ് ചോദിക്കുന്നതെങ്കിൽ എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ ഒരു 4 മാർക്ക് 5 മാർക്കിനൊക്കെയാണ് സാധാരണ ഈ മോഡൽസ് ചോദിക്കാറ്. മറ്റേതാണ് കുറച്ചും കൂടെ വലിയ മാർക്കിന് ചോദിക്കാറില്ല. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇത് മാത്രമാണ്, ഈ പറയുന്ന അണ്ടർ ഓവർഹെഡ് അല്ലെങ്കിൽ അണ്ടർ റിക്കവേർഡും ഓവർ റിക്കവേർഡും ഇത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. മനസ്സിലായി? അത് മാത്രം, അതിന്റെ കോൺസെപ്റ്റ് മാത്രം ഒന്ന് ക്ലിയർ ചെയ്താൽ മതി. അതായത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഞാൻ ഇതിന്റെ തന്നെ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. അതായത് വർക്ക്സ് ഓവർഹെഡ് അണ്ടർ റിക്കവേർഡ് ആണ്. ഏത് പ്രകാരം? ഈ റിക്കവറി ഒക്കെ ചെയ്യുന്നത് അല്ലെങ്കിൽ അബ്സോർബും റിക്കവറി ഒക്കെ ചെയ്യുന്നത് ഏത് പ്രകാരം? കോസ്റ്റിംഗ് പ്രകാരം അല്ലെ? സോ ഫിനാൻഷ്യൽ അക്കൗണ്ട്സിനകത്ത് എഴുതിയിരിക്കുന്നതിനേക്കാൾ കുറഞ്ഞ് 1550 രൂപ കുറവാണ് ഏതിനകത്ത് എഴുതിയിരിക്കണേ? അല്ലെങ്കിൽ ഏത് റിക്കവർ ചെയ്തിരിക്കണേ? കോസ്റ്റിംഗ് പ്രകാരം റിക്കവർ ചെയ്തിരിക്കണേ. ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഇപ്പം 1550 അല്ലേ, ഫിനാൻസിനകത്ത് 5000 രൂപയാണ് കാണിച്ചിരിക്കുന്നത്, പക്ഷേ കോസ്റ്റിങ്ങിനകത്ത് 6550 രൂപയാണ് കാണിച്ചിരിക്കുന്നത് എന്ന് വിചാരിക്കാം. നേരെ തിരിച്ച്. മനസ്സിലായി? അതായത് കോസ്റ്റിങ്ങിനകത്ത് 5000 ആണ് കാണിച്ചിരിക്കുന്നത്, ഫിനാൻഷ്യൽ പ്രകാരം 6550 രൂപയാണ് കാണിച്ചിരിക്കുന്നത്. ദാറ്റ് മീൻസ് കോസ്റ്റിങ്ങിനകത്ത് അണ്ടർ റിക്കവേർഡ് ആണ്. സോ അങ്ങനെ വരുന്ന നേരത്ത് ആലോചിച്ച് നോക്കിയേ, ഫിനാൻഷ്യൽ പ്രകാരമുള്ള എക്സ്പെൻസ് കൂടുതലാണ് അല്ലെ? സോ നമുക്ക് എന്ത് ചെയ്യാം? അതിന്റെ ഡിഫറൻസ് 1550 രൂപ ആഡ് ബാക്ക് ചെയ്യാം. ഇനി ഓവർ റിക്കവേർഡ് എന്ന് പറഞ്ഞാലോ, 850 രൂപ ഓവർ റിക്കവേർഡ് ആണ്. ഏത് പ്രകാരം? കോസ്റ്റിംഗ് പ്രകാരം 850 രൂപ ഓവർ റിക്കവേർഡ് ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാം? ആലോചിച്ച് നോക്കി, ഫിനാൻഷ്യൽ കണ്ടുപിടിച്ചിട്ട് ആ 850 രൂപ ഓവർ ആയതുകൊണ്ട് അതിനെ മൈനസ് ചെയ്യാം. മനസ്സിലായി? സോ നോർമലി ഇങ്ങനെ വരുന്ന പ്രോബ്ലത്തിനകത്ത് അത് മാത്രമാണ് നമുക്കൊരു ക്വസ്റ്റ്യൻ പറഞ്ഞത്. നമുക്ക് മറ്റേ രണ്ടാമത്തെ ടൈപ്പും കൂടെ ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. Okay, the next type of problem എന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ, during a particular year the auditor certified that the financial account showing a profit of 1,68,000 whereas the same as per the costing books out to be 2,40,000. So financial പ്രകാരമുള്ളതും തന്നിട്ടുണ്ട്, കോസ്റ്റിംഗ് പ്രകാരമുള്ളതും തന്നിട്ടുണ്ട്. Given the following information you are asked to prepare the reconciliation statement. സോ നോക്കി എന്തൊക്കെയാണ് തന്നിരിക്കണേ? ഓപ്പണിംഗ് സ്റ്റോക്ക്, പർച്ചേസ്, ഡയറക്റ്റ് വേജസ്, ഫാക്ടറി ഓവർഹെഡ്, ഗ്രോസ് പ്രോഫിറ്റ്, സെയിൽസും ക്ലോസിംഗ് സ്റ്റോക്കും തന്നിട്ടുണ്ട്, അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസും സെല്ലിംഗ് എക്സ്പെൻസും തന്നിട്ടുണ്ട്, നെറ്റ് പ്രോഫിറ്റ് ഉണ്ട്, ഗ്രോസ് പ്രോഫിറ്റ്, സൺഡ്രി ഇൻകം. ഇനി താഴെ തന്നിരിക്കണം നോക്കി, ദ കോസ്റ്റ് റെക്കോർഡ് ഷോ ബുക്ക് വാല്യൂ ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക് 7,80,000. സോ ഇവിടെ എത്രയാ ബുക്ക് വാല്യൂ? 7,50,000 ആണ്. കോസ്റ്റിംഗ് പ്രകാരം 7,80,000 ആണ്. 7,80,000 ആണ്. ഡിഫറൻസ് 30,000 വരും അല്ലെ? ക്ലോസിംഗ് സ്റ്റോക്ക് കൂടുക എന്ന് പറയുവാണെങ്കിൽ എന്ത് കൂടും? പ്രോഫിറ്റ് കൂടും. സോ എന്ത് ചെയ്യണം? ഈ പ്രോഫിറ്റിന്റെ കൂടെ ക്ലോസിംഗ് സ്റ്റോക്കിന്റെ 30,000 നമ്മൾ ആഡ് ചെയ്ത് കാണിക്കണം. അടുത്തത്, ഫാക്ടറി ഓവർഹെഡ്സ് ഹാവ് ബീൻ അബ്സോർബ്ഡ് ടു ദ എക്സ്റ്റെന്റ് ഓഫ് 1,89,800. കോസ്റ്റിംഗ് പ്രകാരം എത്ര മാത്രമേ അബ്സോർബ് ചെയ്തിട്ടുള്ളൂ? 1,89,800 അബ്സോർബ് ചെയ്തിട്ടുള്ളൂ. ഇവിടെ എത്രയാ? 2,10,000 ആണ് ഫിനാൻഷ്യൽ പ്രകാരം അബ്സോർബ് ചെയ്തിരിക്കുന്നത്. സോ 2,10,000 മൈനസ് 1,89,800 എത്ര വരും? 20,200. ഫിനാൻസ് പ്രകാരം കൂടുതലാണ് അബ്സോർബ് ചെയ്തിരിക്കുന്നത്. സോ എക്സ്പെൻസ് കൂടുതലാണ്. നമുക്ക് എന്ത് ചെയ്യാം? എക്സ്പെൻസ് കൂടുമ്പോൾ പ്രോഫിറ്റ് കുറയും അല്ലേ? സോ അത് ആഡ് ബാക്ക് ചെയ്യണം. അടുത്തത്, സൺഡ്രി ഇൻകം ഈസ് നോട്ട് കൺസിഡേർഡ്. ഈ സൺഡ്രി ഇൻകം കൺസിഡർ ചെയ്യുന്നില്ല. ഏത് പ്രകാരം? കോസ്റ്റിംഗ് പ്രകാരം. കോസ്റ്റിംഗിന്റെ പ്രോഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ആ സൺഡ്രി ഇൻകം കൺസിഡർ ചെയ്യേണ്ട, ഇൻകം വേണ്ട. ഓക്കെ. അടുത്തത്, ടോട്ടൽ അബ്സോർപ്ഷൻ ഓഫ് ഡയറക്റ്റ് വേജസ് 2,46,000. ഇവിടെ ഡയറക്റ്റ് വേജസ് എത്രയാ? 2,30,000. അതായത് ഫിനാൻഷ്യൽ പ്രകാരം 2,30,000 അബ്സോർബ് ചെയ്തിട്ടുള്ളൂ, പക്ഷേ കോസ്റ്റിംഗ് പ്രകാരം 2,46,000 വരും. ദാറ്റ് മീൻസ് ഇവിടെ 16,000 അഡീഷണൽ ആയിട്ട് നമുക്ക് അബ്സോർബ് ചെയ്യണം. അത് നമുക്ക് ലെസ് ചെയ്ത് കാണിക്കാം. മനസ്സിലായി? അടുത്ത നോക്കി, അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസസ് ആർ കവേർഡ് അറ്റ് 3% ഓഫ് സെല്ലിംഗ് പ്രൈസ്. സെല്ലിംഗ് പ്രൈസ് എത്രയാണ്? 34,65,000. സോ 34,65,000 ഇൻറ്റു 3% എത്ര വരും? 1,03,950 വരും. ഏതാ?
നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസസ്. പക്ഷേ ഇവിടെ എത്രയാ അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസ് എത്രയേ ഉള്ളൂ 95,000 ഉള്ളൂ. സോ മൈനസ് 95,000. അഡീഷണലി നമുക്കൊരു 8,950 വരും. അത് നമുക്ക് എന്ത് ചെയ്ത് കാണിക്കാം കോസ്റ്റിംഗ് പ്രകാരം കൂടുതലാണ് ലെസ് ചെയ്ത് കാണിക്കാം. അടുത്ത നോക്കി സെല്ലിംഗ് പ്രൈസസ് ഇൻക്ലൂഡ് 5% ഓഫ് സെല്ലിംഗ് എക്സ്പെൻസസ്. സോ 34,65,000 ഇൻറ്റു 5%. നമുക്ക് എത്ര വരും 1,73,250 വരും. സെല്ലിംഗ് ഇവിടെ എത്രയാണ് കാണിച്ചിരിക്കുന്നത് ഇവിടെ 2,25,000 ആണ് കാണിച്ചിരിക്കുന്നത്. സോ മൈനസ് 2,25,000 ചെയ്യുന്ന നേരത്ത് നമുക്കൊരു 51,750 വരും. ഏത് പ്രകാരം ഈ പറയുന്നത് പ്രകാരം കൂടുതലാണ് അല്ലേ. സോ നമുക്ക് അതിനെ എന്ത് ചെയ്യാം ആഡ് ബാക്ക് ചെയ്യാം. ഫിനാൻഷ്യൽ പ്രകാരം കൂടുതലാണ് അതുകൊണ്ട് ആഡ് ബാക്ക് ചെയ്യാം. നമുക്ക് എങ്ങനെ ചെയ്തേന്ന് നോക്കാം. സോ നോക്കി പ്രോഫിറ്റ് ആസ് പെർ ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് 1,68,000 തന്നിട്ടുണ്ട് അല്ലേ. ഓവർ വാല്യൂഷൻ ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക് കൂടുതലാണ്. ക്ലോസിംഗ് സ്റ്റോക്ക് കൂടുമ്പോൾ പ്രോഫിറ്റ് കൂടും. 30,000 നമുക്ക് ആഡ് ബാക്ക് ചെയ്യാം. അടുത്തത് അണ്ടർ റിക്കവറി ഓഫ് വർക്ക്സ് ഓവർഹെഡ്. ഏത് പ്രകാരം ഫിനാൻസ് പ്രകാരം വർക്ക്സ് ഓവർഹെഡ് കൂടുതലാണ് അല്ലേ. സോ അതിന്റെ ഡിഫറൻസ് 20,200 നമുക്ക് എന്ത് ചെയ്യാം ആഡ് ബാക്ക് ചെയ്യാം. അടുത്തത് അണ്ടർ റിക്കവറി ഓഫ് സെല്ലിംഗ് പ്രൈസ്. ഫിനാൻഷ്യൽ പ്രകാരം 2,25,000 രൂപയാണ് റിക്കവർ ചെയ്തിരിക്കണേ. കോസ്റ്റിംഗ് പ്രകാരം 1,73,250 ഉള്ളൂ. സോ അതിന്റെ ഡിഫറൻസ് 51,750 നമുക്ക് എന്ത് ചെയ്യാം ആഡ് ബാക്ക് ചെയ്യാം. എന്തൊക്കെ ലെസ് ചെയ്യാം സൺഡ്രി ഇൻകംസ് 5,000 രൂപ സൺഡ്രി ഇൻകംസ് വന്നിട്ടുണ്ട്. അത് കോസ്റ്റിങ്ങിനകത്ത് എടുക്കത്തേ ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ 5,000 മൈനസ് ചെയ്യാം. അടുത്തത് ഓവർ റിക്കവറി ഓഫ് വേജസ്. ഏത് പ്രകാരം കോസ്റ്റിംഗ് പ്രകാരം വേജസ് കൂടുതലാണ്. എത്രയാ 16,000 രൂപ അത് ലെസ് ചെയ്യാം. അടുത്തത് ഓവർ റിക്കവറി ഓഫ് അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസസ്. ഏത് പ്രകാരം കോസ്റ്റിംഗ് പ്രകാരം അത് കൂടുതലാണ് എക്സസ് ആണ്. സോ അത് നമുക്ക് എന്ത് ചെയ്യാം ലെസ് ചെയ്യാം. ചെയ്യുന്ന നേരത്ത് നമുക്ക് എന്ത് കിട്ടും പ്രോഫിറ്റ് ആസ് പെർ കോസ്റ്റ് അക്കൗണ്ട്സ് കിട്ടും. മനസ്സിലായി. അതിന്റെ ബേസ് ആണ് ഇമ്പോർട്ടൻറ്റ്. എന്തൊക്കെയാണ് ഫിനാൻഷ്യൽ ചാർജസ് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം. അതിന്റെ അടിസ്ഥാനത്തിൽ വേണം നമുക്ക് പ്രോബ്ലം ചെയ്യാം. ഓക്കെ അപ്പോൾ